മധ്യ കേരളം പൊതുവേ യു ഡി എഫിന് മേൽക്കോയ്മയുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, എറണാകുളം, ചാലക്കുടി മുതലായ മണ്ഡലങ്ങൾ. അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് വലിയ മത്സരം നടക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി കൂടിയായ തോമസ് ചാഴികാടനാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എന്ന പേര് ബ്രാക്കറ്റിലില്ല എങ്കിലും പാർട്ടി ജോസഫ് ഗ്രൂപ്പാണ്. ആ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി ജോസഫിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനും യശശരീരനായ കെ എം ജോർജ് സാറിൻ്റെ മകനുമായ ഫ്രാൻസിസ് ജോർജാണ്. അപ്പോൾ ഈ രണ്ട് മല്ലന്മാർ തമ്മിൽ അവിടെ മത്സരം നടക്കുന്നു. ഫ്രാൻസിസ് ജോർജ് മുൻ എം പിയാണ്, നമ്മുടെ ചാഴികാടൻ സിറ്റിംഗ് എം പിയാണ്. ചാഴികാടന് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് മാർക്സിസ്റ്റുകാരുടെ പിന്തുണയുണ്ട്. ജോസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമാണ്, പിന്നെ സിറ്റിംഗ് എം പിയാണ്. അദ്ദേഹത്തിന് യാതൊരു മുഖപുരയുടെയും ആവശ്യമില്ല. നേരത്തെ പലതവണ ഏറ്റുമാനൂർ എം എൽ എ ആയിരുന്ന ആളാണ്. ഇപ്പോൾ കോട്ടയത്തെ പ്രതികരിക്കുന്ന പാർലമെൻറ്റ് അംഗമാണ്. അജാത ശത്രുവാണ്. ഇദ്ദേഹത്തിന് ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല. ആൾ സാധു മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്ലസ് ആയിട്ടുള്ള ഫാക്ടർ അദ്ദേഹത്തിനുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഫാക്ടറുണ്ട്. അതേ സമയത്ത് രാഷ്ട്രീയമായ മുൻതൂക്കം യു ഡി എഫിനാണ്. പിന്നെ ജനവികാരവും എൽ ഡി എഫിന് എതിരാണ്, അഥവാ യു ഡി എഫിന് അതുകൊണ്ട് അനുകൂലമാണ്. ഫ്രാൻസിസ് ജോർജിനെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. കെ എം ജോർജ് സാറിൻ്റെ മകനാണ്, സൗമ്യനാണ്. നേരത്തെ പാർലമെൻറ്റിൽ സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പോരാട്ടത്തിലേക്ക് പോയി. തുടക്കത്തിൽ ചാഴികാടന് ചെറിയ ഒരു എഡ്ജ് പോലെ തോന്നിയെങ്കിലും അധികം വൈകാതെ തന്നെ ഈ സാഹചര്യം പെട്ടെന്ന് മാറി. അത് ഫ്രാൻസിസ് ജോർജിന് അനുകൂലമായി. ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നൊരു ഘട്ടത്തിലേക്ക് പോയപ്പോഴാണ് ഈ കേരള കോൺഗ്രസ് പിന്നെയും പിളർന്നു. കേരള കോൺഗ്രസിൻ്റെ പ്രത്യേകത പട്ടി പെറും പാർട്ടി പിളരും എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിൽ പിളരാം. കേരള കോൺഗ്രസിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ചു. മഞ്ഞക്കടമ്പൻ നേരത്തെ മാണി സാറിൻ്റെ ഒരു സിൽബന്തിയാണ്. ഈ സോളാർ വിവാദമൊക്കെ നടക്കുന്ന സമയത്ത്, അതിനുശേഷം ബാർക്കോഴ വിവാദം നടക്കുന്ന സമയത്ത് മാണി സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടി വി ചാനലിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി പിളർന്നപ്പോൾ ജോസ് മാണിയുടെ കൂടെ പോകാതെ പി ജോസഫിൻ്റെ കൂടെ നിന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എന്തോ കാരണത്താൽ മോൻസ് ജോർജുമായിട്ട് തെറ്റി പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിയുകയും പാർട്ടി പിളർന്നതായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം മാണി സാറിൻ്റെയും സി എഫ് തോമസിൻ്റെയും ചിത്രങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നൊരു പാർട്ടി പ്രഖ്യാപിക്കുകയും. അങ്ങനെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഒരു പാർട്ടി കൂടി കേരളത്തിലുണ്ടായി. ആ പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ട് മഞ്ഞക്കടമ്പനെ തീരുമാനിച്ചു. മഞ്ഞക്കടമ്പൻ പത്രസമ്മേളനം നടത്തി അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രചാരകനായിട്ട് സജി മഞ്ഞക്കടമ്പൻ മാറി എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അവിടെ 4 ലക്ഷം ഈഴവരുണ്ടെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ആ 4 ലക്ഷത്തിൽ എത്ര ഈഴവർ തുഷാറിന് വോട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും തുഷാറിന് വോട്ട് ചെയ്യാത്തവരെയൊക്കെ കുലംകുത്തികളായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് യോഗ തീരുമാനം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി സാമാന്യം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. പ്രകടനവും മോശമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവിടെ ജയസാധ്യത ഫ്രാൻസിസ് ജോർജിന് തന്നെയാണ്. മഞ്ഞക്കടമ്പൻ പോയാലും തുഷാർ വെള്ളാപ്പള്ളി വോട്ട് കൂടുതൽ പിടിച്ചാലും അതിൻ്റെ ഗുണം വരുന്നത് അവസാനം ഫ്രാൻസിസ് ജോർജിനാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനായിട്ട് തുഷാറിന് സാധിക്കും. അപ്പോൾ അതുകൂടി വരുമ്പോൾ അവിടുത്തെ കാര്യം ഏതാണ്ട് തീരുമാനമാവും എന്നെനിക്ക് തോന്നുന്നു. ലക്നാലും ചന്ദ്രാലും ഫ്രാൻസിസ് ജോർജ് ജയിക്കാനാണ് സാധ്യത. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അവിടെ ഡീൻ കുര്യാക്കോസാണ് സിറ്റിംഗ് എം പി. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ അവിടെ നിന്ന് ജയിച്ച ജോയ്സ് ജോർജാണ് എതിർ സ്ഥാനാർത്ഥി. രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. ജോയ്സ് ജോർജ് കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് തന്നെ അരിവാൾ ചീറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കും. ഡീൻ കുര്യാക്കോസ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും. ഇവർ പഴയകാല സഹപ്രവർത്തകരാണ്. 2014 ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജോയ്സ് ജോർജ് ജയിച്ചു. അന്ന് മെത്രാന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ പാറമടക്കാരും പാർട്ടിക്കാരും പുള്ളിക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. ഇത്തവണ ആ വക ശക്തികളൊന്നുമില്ല. പാതിരിമാർക്കും ഇദ്ദേഹത്തെ മടുത്തു. നേരെ മറിച്ച് ഡീൻ കുര്യാക്കോസ് മറ്റു തരത്തിൽ ശക്തനാണ്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മണ്ഡലത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന ആളാണ്. ചെറുപ്പക്കാരനാണ്, സുസ്മേരവദനാണ്, ശക്തനാണ്. മണ്ഡലത്തിനും വലിയ യു ഡി എഫ് സ്വഭാവമുള്ളതാണ്. ഇടുക്കി ജില്ലയും അതിനോട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ ചേർന്നാണ്. അപ്പോൾ അങ്ങനെ ശക്തമായൊരു മത്സരം ഉണ്ടാക്കാൻ ജോയ്സ് ജോർജിന് സാധിച്ചു എന്നതിനപ്പുറത്ത്
ഡി കുര്യാക്കോസിനെ തോൽപ്പിക്കലൊന്നും അവിടെ നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് കോട്ടയം പോലെ തന്നെ ഇടുക്കിയും UDFൻ്റെ കോട്ടയിലേക്ക് പോകാനാണ് സാധ്യത. യാതൊരു അട്ടിമറിക്കും ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി വിലയിരുത്തിയതിൽ ഇടുക്കി അവർക്ക് കിട്ടും എന്ന് പറഞ്ഞല്ലാതെ മൂക്ക് താഴോട്ടുള്ള ഒരാൾ ഇന്ന് വരെ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇത് എൻ്റെ കേൾവിക്കുറവുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ഡീൻ തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.